കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടം ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി താനൂർ മണ്ഡലത്തിൽ വി അബ്ദുറഹിമാൻ MLAയും ഇടതു സർക്കാരും നടപ്പിലാക്കിയ 2200 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്ന് ഇടതുപക്ഷ നേതാക്കൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമഗ്ര കുടിവെള്ള പദ്ധതി, തെയ്യാല മേൽപ്പാലം, റെയിൽവേ സ്റ്റേഷൻ നവീകരണം, ഫുട് ഓവർ ബ്രിഡ്ജ്, രജിസ്ട്രാർ ഓഫീസ്, തിരൂർ പൂരപ്പുഴ റോഡ്, ഫയർ സ്റ്റേഷൻ, ഫിഷറീസ് സ്കൂൾ, വാനനിരീക്ഷണ കേന്ദ്രം, സ്റ്റേഡിയം, വോളിബോൾ, ബാഡ്മിൻ്റൺ കോർട്ടുകൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, ഡയാലിസിസ് സെന്റർ, ഐസൊലേഷൻ വാർഡ്, തീരദേശ ഹൈവേ, ഒട്ടുംപുറം പാലം അപ്രോച്ച് റോഡ്, ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ സബ് ഓഫീസ്, ഹാർബർ, എല്ലാ സ്കൂളുകളിലും പുതിയ ഹൈടെക് സൗകര്യങ്ങൾ, ഗവൺമെൻറ് ITIക്ക് സ്വന്തം കെട്ടിടം, സീമെറ്റ് നഴ്സിംഗ് കോളേജ്, ഒഴൂരിലെ ഗവൺമെൻറ് കോളേജിന് സ്വന്തം കെട്ടിടം, ഉണ്ണിയാൽ ടൂറിസം പദ്ധതി, ഉണ്ണിയാൽ പാലം, പനമ്പാലം പാലം, പൊറ്റിലത്തറ പാലം, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ഓപ്പൺ ജിമ്മുകൾ തുടങ്ങിയ നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞു. ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും LDF നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട MLA വി അബ്ദുറഹിമാൻ ഈ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏകദേശം 2300 കോടിയിലധികം വരുന്ന സംഖ്യ ചെലവഴിച്ചുകൊണ്ടാണ് താനൂരിനെ മാറ്റിമറിച്ചിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ താനൂരിൽ വീണ്ടും തുടരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമീറിനെ ലോറി അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി താനൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, താനൂരിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ താനൂരിൽ നടത്തിയിട്ടുള്ളത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിർത്തുക, റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, രജിസ്റ്റർ ഓഫീസിൻ്റെ വികസനം, അതുപോലെ തന്നെ താനൂരിലെ ഈ റോഡിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള റോഡുണ്ട്. അതുപോലെ നമ്മുടെ റെയിൽവേ മേൽപ്പാലം, അങ്ങനെയൊക്കെ താനൂരിൻ്റെ എല്ലാ മേഖലകളിലും ഇടതുപക്ഷം അതിൻ്റെതായ പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തം പരിപൂർണമായി നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കുടിവെള്ള പദ്ധതിയുടെ ഏകദേശം അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 1-2 മാസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ടാപ്പ് തുറന്ന് വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അവിടെയും കാര്യങ്ങൾ ചെറിയൊരു താമസം വന്ന് നമുക്കറിയാലോ, ഈ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ കൊറോണ പ്രളയമൊക്കെ ആയത് കാരണം ആ കാലഘട്ടങ്ങളിൽ അതിൻ്റെ വർക്കിൽ ലേശം ഒരു പിന്നോക്കം വന്നതുകൊണ്ടാണ് ഒരു 2 മാസം നമുക്കിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അത് 2 മാസം നീണ്ടുപോകാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഏകദേശം എല്ലാ മേഖലകളിലും നമ്മൾ പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഏകദേശം 100% കാര്യങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ താനൂർ നിയോജക മണ്ഡലത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നമ്മുടെ അബ്ദുറഹിമാൻ്റെ പിൻഗാമി ആയിക്കൊണ്ട് തന്നെയാണ്, അതിലുപരി ഒരു സ്വാത്വികനായ ഒരു സാമൂഹിക പ്രവർത്തകനാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് T സമീർ. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അതിൻ്റെ ഒരു പിൻഗാമി ആയിക്കൊണ്ട് നമ്മുടെ ഈ താനൂരിൽ ഉണ്ടാകും. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഉണ്ണിയാൽ ടൂറിസം പദ്ധതി നിങ്ങളൊന്ന് നോക്കൂ. എന്തായിരുന്നു 10 കൊല്ലം മുമ്പത്തെ ഉണ്ണിയാലിലേക്ക് ഉണ്ണിയാലുകാരല്ലാത്ത പുറത്തുനിന്ന് ഒരാൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വൈകുന്നേരം ഒന്ന് പോയി നോക്കൂ, 10,000-കണക്കിന് ആളുകളാണ് ഉണ്ണിയാൽ വരുന്നത്. കോടിക്കണക്കിന് ഉറുപ്പ് ചെലവഴിച്ച് ഉണ്ണിയാൽ ടൂറിസം പദ്ധതി അതിമനോഹരമായ ഒരു തീരാക്കി മാറ്റിയിട്ടില്ലേ. തൂവൽ തീരം അതിൻ്റെ 1ാം ഘട്ട പ്രവൃത്തി കഴിഞ്ഞതാണ്. അതിൻ്റെ മുനിസിപ്പാലിറ്റി, അതിൻ്റെ മെയിൻ്റനൻസ് മറ്റ് കാര്യങ്ങൾ നടത്തേണ്ട മുനിസിപ്പാലിറ്റി അതിൽ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാലോ, നമ്മൾ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട് കുറച്ച് ലാഗ് അതിന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ണിയാലിൽ ഇത്രയും വലിയ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ
തീരദേശത്തും തൂവൽ തീരത്തും നമുക്കത് കൊണ്ടുവരാൻ കഴിയും. അതിലൊരു തർക്കമില്ല. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും ലോറി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ടി മുഹമ്മദ് സമീറിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഒ സുരേഷ് ബാബു, സമദ് താനാളൂർ, ഷംസു ആരിച്ചാലി, AK സിറാജ്, സുലൈമാൻ അരീക്കാട്, ഹംസു മേപ്രോത്ത് എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, താനൂർ. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല.